أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم السلام عليكم ورحمة الله وبركاته. الحمد لله الذي هدانا لهذا وما كنا لنهتدي لولا أن هدانا الله. اللهم صل وسلم وبارك على عبدك ورسولك محمد വഅല ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. പ്രിയമുള്ള സഹോദരന്മാരെ, കഴിഞ്ഞ ക്ലാസ്സിൽ സൂറത്തു നാസിലെ ഏതാനും വചനങ്ങളും ആ സൂറത്തിൻ്റെ പേരും ആ സൂറത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഇറങ്ങുവാനുള്ള കാരണങ്ങളുമാണ് പ്രധാനമായും നമ്മൾ വിശദീകരിച്ചത്. അള്ളാഹുവിനോട് ശരണം തേടാൻ ആവശ്യപ്പെട്ടു. ആരിൽ നിന്ന്? മിൻ ഷർറിൽ വസ്വാസിൽ ഖന്നാസ്, പിന്തിരിഞ്ഞോടുന്നവനായ മനുഷ്യ മനസ്സിൽ ദുർബോധനമുണ്ടാക്കുന്ന വസ്വാസുണ്ടാക്കുന്ന പിശാചിൽ നിന്ന് അള്ളാഹുവിനോട് രക്ഷ തേടുന്നതിന് വേണ്ടിയാണ് ഇവിടെ ശരണം തേടാനാണ് ഇവിടെ ആവശ്യപ്പെട്ടിട്ടുള്ളത്. അപ്പോൾ ഈ വസ്വാസ് എന്നറിയപ്പെടുന്ന ഈ വസ്വാസ് എന്ന് പേരിട്ട് വിളിച്ചിട്ടുള്ള ഈ പിശാച്, ആ പിശാചിൻ്റെ ഏതെല്ലാം തരത്തിലുള്ള ഉപദ്രവങ്ങളാണ് നമുക്ക് വിശുദ്ധ ഖുർആനും തിരുസുന്നത്തുമൊക്കെ നമുക്കത് വിശദീകരിച്ച് തന്നിട്ടുണ്ട്. അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയുന്നൊരു വിശദീകരണത്തിൽ കാണാം, അശ്ശൈത്താനു ജാസിബുൻ അലാ ഖൽബി ബിനി ആദമ ഫഇദാ സഹാ വഗഫല വസ്വസ ഫഇദാ ദക്കറല്ലാഹ ഖന്നസ. അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയുന്നത്, ഈ ശൈത്താൻ എന്ന് പറയുന്നത് ജാസിമുൻ അല ഖൽബി ഇബ്നി ആദമ, ഇബ്നു ആദമിൻ്റെ അഥവാ ആദമിൻ്റെ പുത്രൻ അഥവാ മനുഷ്യൻ്റെ ഹൃദയത്തിൽ മുട്ടുകുത്തിയിരിക്കുന്നവനാണ്. അഥവാ എവിടേക്കും പോവില്ല. അവനെ വഴിതെറ്റിക്കുക എന്ന പ്രതിജ്ഞ എടുത്തുകൊണ്ട് അവനെ വഴിതെറ്റിച്ചേ അടങ്ങൂ എന്ന നിലക്ക് അവൻ്റെ ഹൃദയത്തിൽ താമസമർപ്പിച്ചവനാണ് പിശാച് എന്ന് പറയുന്നത്. അങ്ങനെ ഫഇദാ സഹാ വഗഫല പിന്നെ വസ്വസ, അപ്പോൾ അള്ളാഹുവിനെ ഓർക്കാതിരിക്കുക, അശ്രദ്ധയുള്ളവനായിരിക്കുക, അങ്ങനെ ഉള്ള ഭൗതികമായ കാര്യങ്ങളിലൊക്കെ വ്യാപൃതമായി പോകുന്ന ഒരു ഘട്ടത്തിൽ പിശാച് അവനെ സമീപിച്ച് അവൻ്റെ പണി നല്ലോണം എടുക്കും. അങ്ങനെ വഇദാ ദക്കറല്ലാഹ, എന്നാൽ അള്ളാഹുവിനെ അവൻ ഓർത്താൽ, ഒരുപാട് ദിക്റുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ടല്ലോ. ഇങ്ങനെ പടച്ചവൻ്റെ മഹത്വത്തെ മനസ്സിൽ ഉറപ്പിച്ച് നമ്മൾ നാക്കുകൊണ്ട് ഒളിവാക്കി പറയുന്ന ഒരുപാട് ദിക്റുകളും ദുആകളും അദ്കാറുകളും ഔറാദുകളുമുണ്ട്. ഇത് മനുഷ്യൻ ചെയ്യുമ്പോൾ ഖന്നസ്, അവനിത് കേട്ടിരിക്കാൻ സഹി വരികയില്ല, അവൻ സഹിക്കുകയില്ല, അതുകൊണ്ട് അവൻ ഓടിപ്പോകും. ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ പഠിപ്പിച്ചിട്ടുള്ള കാര്യമാണ്. ഇതേ പ്രകാരം തന്നെ മനുഷ്യ ജീവിതവുമായി മനുഷ്യരുടെ കൂടെ നിന്നുകൊണ്ട് അവനെ വഴിതെറ്റിക്കുക എന്നത് പിശാചിൻ്റെ ഏറ്റവും തെറ്റായ ചിന്തകൾ മനസ്സിലുണ്ടാക്കി തരിക എന്നുള്ളത് പിശാചിൻ്റെ ഒരു പണിയാണ്. ഇതിനൊരു ഉദാഹരണമാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിൻ്റെ അടുക്കൽ അദ്ദേഹത്തിൻ്റെ ഭാര്യയായ സഫിയ്യ ബിൻത് ഹുയയ് ഇബ്നു അഖ്തബ് റളിയല്ലാഹു അൻഹ വന്നു. അങ്ങനെ അദ്ദേഹവുമായി സംസാരിച്ചു. ഭാര്യ വരികയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പള്ളിയിലായിരുന്നു. ആ പള്ളിയിൽ വന്നു ഭർത്താവായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് സംസാരിച്ചു. അപ്പോൾ തിരിച്ച് അവർ അവരുടെ വീട്ടിലേക്ക് പോകുമ്പോൾ നബി കൂടെ ചെന്നു. അങ്ങനെ കൂടെ ചെന്നിട്ട് നബി അവരെ അങ്ങനെ അവരുടെ വീട്ടിലേക്ക് ഒറ്റയ്ക്ക് വിടണ്ട എന്ന നിലയ്ക്ക് അവരുടെ ഉമ്മുൽ മുഅ്മിനീൻ സഫിയ്യ റളിയല്ലാഹു അൻഹയുടെ കൂടെ നടന്ന് വീട്ടിലേക്കാക്കുന്ന അവസരത്തിൽ തൊട്ടടുത്ത് കൂടി 2 സഹാബാക്കൾ നടന്നുപോയി. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ നടന്നു പോകുന്ന സഹാബാക്കൾ തന്നെയും തൻ്റെ ഭാര്യയെയും ശ്രദ്ധിച്ചിട്ടുണ്ടാവണം, കണ്ടിട്ടുണ്ടാവണം എന്ന് മനസ്സിലാക്കി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അല അരിസ്ലിക്കുമ, അവിടെ നിൽക്കി, എനിക്ക് പറയാനുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ എന്താണ് റസൂൽ ഈ സമയത്ത് വിളിക്കുന്നത് എന്ന് അവരും അത്ഭുതപ്പെട്ടു. ഏതായാലും അവർ അവിടെ നിന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നത് എന്താണെന്ന് ശ്രദ്ധിച്ചു.
അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, പിന്നെ ഹാദി ഇംറഅതി സഫിയ്യ, ഇത് എൻ്റെ ഭാര്യ സഫിയ്യാണ് കേട്ടോ എന്ന് പറഞ്ഞു. അപ്പോൾ അവർ അത്ഭുതപ്പെട്ടു. എന്താണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ നമ്മോട് പറയാൻ? എന്തെങ്കിലും ഒരു തെറ്റായ ധാരണ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് നമ്മുടെ ഹൃദയത്തിൽ ഉണ്ടായിട്ടില്ലല്ലോ. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നിങ്ങൾ ഇങ്ങനെ ഒരു ധാരണയും വിചാരവും ഞങ്ങളുടെ അടുത്തുണ്ടായിട്ടില്ല. ഖാലാ സുബ്ഹാനല്ലാഹ് യാ റസൂലല്ലാഹ്, അള്ളാഹുവിൻ്റെ റസൂലെ, അള്ളാഹു എത്ര പരിശുദ്ധൻ, എന്താണ് റസൂൽ ഇങ്ങനെ പറയുന്നത്? ഫഖാല, അപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്ന ശൈത്താന യജ്രി മിൻ ഇബ്നി ആദമ മജ്റദ്ദം വ ഇന്നി ഖശീതു അൻ യുഖ്ദിഫ ഫീ ഖുലൂബികുമാ ഷൈഅ. ഞാൻ നിങ്ങളോട് ഇങ്ങനെ നിങ്ങളെ ഈ ധരിപ്പിക്കാൻ കാരണം, എൻ്റെ ഭാര്യയാണ് എന്ന് നിങ്ങളോട് പറയാൻ കാരണം, പിശാച് ഭയങ്കര ശത്രുവാണ് മനുഷ്യൻ്റെ. അവൻ്റെ രക്തം നടക്കുന്ന അവൻ്റെ ഞരമ്പുകളിലൂടെ അവനോടൊപ്പം സഞ്ചരിക്കുന്നവനാണ് ശൈത്താൻ എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ആ ശൈത്താൻ നിങ്ങളുടെ മനസ്സിൽ എന്തെങ്കിലും ഈ കണ്ട കാഴ്ച, എന്നെയും ഒരു സ്ത്രീയെയും ഒത്തു കണ്ടപ്പോൾ നിങ്ങളുടെ മനസ്സിൽ എന്തെങ്കിലും തെറ്റായ ഒരു വസ്വാസ് ഉണ്ടാക്കാൻ സാധ്യതയുണ്ട്. അത് അപ്പോൾ തന്നെ മുളയിലേ നുള്ളിക്കളഞ്ഞതാണ്, അതിൻ്റെ പരമാർത്ഥം നിങ്ങളെ ധരിപ്പിച്ചതാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരെ ഓർമ്മപ്പെടുത്തുകയുണ്ടായി. അതുകൊണ്ട് തന്നെ ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമായി നമ്മൾ മനസ്സിലാക്കണം. മാത്രമല്ല, ഈ മനുഷ്യൻ, ഇപ്പം നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, ചില ആളുകൾ ഒളുണ്ടാക്കും. ഒളുണ്ടാക്കി കഴിഞ്ഞാൽ പിന്നെയും ഒളു ശരിയായിട്ടില്ല എന്ന് തോന്നും, വീണ്ടും മടക്കി ഉണ്ടാക്കും. അപ്പോഴും തോന്നും ശരിയായിട്ടില്ല എന്ന് തോന്നും, വീണ്ടും മടക്കി ഉണ്ടാക്കും. അപ്പോൾ യഥാർത്ഥത്തിൽ ഈ പിശാചിൻ്റെ വസ്വാസ് കാരണമാണ് തൻ്റെ ഒളു ശരിയായിട്ടില്ല എന്ന് ആ സഹോദരൻ അങ്ങനെ തോന്നുന്നു. എത്ര പ്രാവശ്യം എടുത്താലും അവൻ്റെ മനസ്സിൽ ആ സംശയം ബാക്കിയാവും. ഒളു ശരിയായിട്ടില്ല, ആ കൈ കഴുകിയത് ശരിയായിട്ടില്ല, അല്ലെങ്കിൽ ആ കൊപ്പിളിച്ചത് ശരിയായിട്ടില്ല, മുഖം കഴുകിയത് ശരിയായി എല്ലാ ഇതിലെത്തിയിട്ടില്ല, കൈ കഴുകിയത് ശരിയായിട്ടില്ല, ഇങ്ങനെ വസ്വാസം ഉണ്ടാക്കി കൊടുക്കും. ഇപ്പോൾ നമസ്കരിക്കാൻ നിന്ന് കഴിഞ്ഞാൽ തന്നെ ഞാൻ ഇപ്പോൾ റുക്കോഴ് ചെയ്തോ, അല്ല റുക്കോഴ് മറന്നുപോയോ, അല്ലെങ്കിൽ നമസ്കാരത്തിൻ്റെ ഒന്നാമത്തെ ഇരുത്തം, ആ തശഹുദുൽ ഊല അവൽ, ആ തശഹുദുൽ അവൽ, ആ ഒന്നാമത്തെ തശഹുദ് ഞാൻ ഇരുന്നോ, ഞാൻ ഈ ഇരുത്തത്തിൽ നിന്ന് മേലോട്ട് വരുമ്പോൾ അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞോ, അല്ല ഞാൻ നമസ്കാരം തുടങ്ങുന്ന അവസരത്തിൽ എൻ്റെ മനസ്സിൽ ഇന്ന നമസ്കാരമാണെന്ന് എൻ്റെ മനസ്സിൽ ഓർമ്മയുണ്ടായിരുന്നോ, ഞാൻ ളുഹ്റാണോ നമസ്കരിച്ചത്, അല്ല അസറാണോ നമസ്കരിച്ചത്, ഇങ്ങനെ ഒരു 100 കൂട്ടം വസ്വാസുകൾ. അപ്പോൾ അള്ളാഹുവിന് വേണ്ടി ഒരു മുസ്ലിമായ മനുഷ്യൻ, ഒരു മുഅ്മിനായ മനുഷ്യൻ ചെയ്യുന്ന ആരാധനാ കാര്യങ്ങളിൽ പോലും ശെക്കുണ്ടാക്കുക, ഇത് ആ ഒരു വസ്വാസിൻ്റെ രീതിയാണ്. ഇതേ പ്രകാരം തന്നെ വെറുതെ പിന്നെ തൻ്റെ ഭാര്യയെ സംശയിക്കുന്ന രീതിയിൽ അവൻ്റെ മനസ്സിൽ ഒരുപാട് തെറ്റായ ചിന്തകൾ ഉണ്ടാക്കി കൊടുക്കുക. കണ്ടോ, അവളിപ്പോൾ എങ്ങോട്ടാണ് പോയത്, അവളിപ്പോൾ എപ്പോഴാണ് വന്നത്, എന്താണ് അവളുടെ വീട്ടിൽ എപ്പോഴും ഇങ്ങനെ ഫോണ് ബെല്ലടിച്ചുകൊണ്ടിരിക്കുന്നത്. ഇങ്ങനെ ഭാര്യാഭർത്തൃ ബന്ധം എന്ന് പറഞ്ഞാൽ ഏറ്റവും വിശുദ്ധമായൊരു ബന്ധമാണ്. വളരെ സഹകരണവും സ്നേഹവും സമാധാനവും ആവശ്യമുള്ള ഒന്നാണ്. പുരുഷനാണെങ്കിൽ സ്ത്രീക്കും, സ്ത്രീയെയും സ്ത്രീക്കാണെങ്കിൽ പുരുഷനെയും ആവശ്യമാണ്. വെറും അവരുടെ ശാരീരികമായ ആവശ്യങ്ങൾ മാത്രമല്ല, അവർക്ക് ജീവിതത്തിൽ സമാധാനവും ശാന്തിയും ഉണ്ടാകാനാണ്. പക്ഷെ അവിടെയാണ് ഇവൻ കൈവെക്കുക. എന്നിട്ട് 2 കൂട്ടർക്കും പരസ്പരം വസ്വാസുകളുണ്ടാക്കി, തെറ്റിദ്ധാരണകളുണ്ടാക്കി, മനസ്സിലൊരുപാട് ദോഷമായ ചിന്തകൾ ഇട്ടു തന്ന് ആ കുടുംബബന്ധം തകർക്കുക എന്ന് പറയുന്ന വസ്വാസാണ് ശൈത്താൻ ഉണ്ടാക്കുക. അപ്പോൾ തീർച്ചയായിട്ടും അവൻ്റെ നിരന്തരമായ അവിശ്രമം അവൻ്റെ കർമ്മവും അവൻ്റെ ജോലിയും ചെയ്തുകൊണ്ടിരിക്കുക. അപ്പം അങ്ങനെ ചെയ്യുന്ന ഒരു ഉപദ്രവകാരിയായ പിശാചിൻ്റെ ആ ഉപദ്രവത്തിൽ നിന്ന് അള്ളാഹുവിനോട് രക്ഷ ചോദിക്കാൻ വേണ്ടി അള്ളാഹു സുബ്ഹാനഹു വ തആല ഇവിടെ ആവശ്യപ്പെടുകയാണ്. അതുകൊണ്ട് തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ വിശുദ്ധ ഖുർആൻ്റെ ഒടുവിൽ വന്ന ഈ 3 സൂറത്തുകൾ, സൂറത്തുൽ ഇഖ്ലാസും അബിദത്തൈനിയും, അത് സാധാരണ നബിയുടെ ദിക്റുകളിൽ ഉൾപ്പെടുത്തിയിരുന്നു. രാവിലെയും വൈകുന്നേരവും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത് പാരായണം ചെയ്യും. എല്ലാ ഫർദ് നമസ്കാരങ്ങൾക്ക് ശേഷവും ഈ 3 സൂറത്തുകളും, ളുഹർ, അസർ, ഇശ, ഈ 3 നമസ്കാരങ്ങൾക്ക് ശേഷവും ഓരോ തവണ
നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവ പാരായണം ചെയ്യും. എന്നാൽ ബഅദു സുബ്ഹി വ ബഅദൽ മഗ്രിബ്, മഗ്രിബിൻ്റെ ശേഷവും സുബഹി നമസ്കാരത്തിന് ശേഷവും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം 3 തവണ സൂറത്തുൽ ഇഖ്ലാസും അബിദതൈനിയും പാരായണം ചെയ്യും. അതേ പ്രകാരം തന്നെ ആയിഷ റളിയല്ലാഹു അൻഹ ഉദ്ധരിക്കുന്ന ഒരു ഹദീസിൽ കാണാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇദാ ആവാ ഇലാ ഫിറാശിഹി നഫസ ഫീ കഫൈഹി വമസഹ ബിദാലിക വജ്ഹഹു മസ്തതഅ മിൻ ബദനിഹി വറുബമാ ഖറഅഹ ഖൽഫ സ്വലവാത്തിൽ ഖംസ്. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആയിഷ റളിയല്ലാഹു അൻഹ ഉദ്ധരിക്കുകയാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇദാ ആവാ ഇലാ ഫിറാശിഹി, കിടക്കാൻ വേണ്ടി തൻ്റെ വിരിപ്പിലേക്ക്, അങ്ങനെ ബെഡിലേക്ക്, അഥവാ ബെഡിലല്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ബെഡിലൊന്നും കിടന്നിരുന്നില്ല, സാധാരണ കിടക്കുന്ന പായയിലേക്ക് എത്തിക്കഴിഞ്ഞാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൈകളിൽ ഊതും. എന്നിട്ട് ആ കൈകൾ കൊണ്ട് തൻ്റെ ശരീരത്തിൽ എവിടെയൊക്കെയാണോ ആ കൈകൾ എത്തുക ആ സ്ഥലത്തൊക്കെ തടവും. അതായത് തല, മുഖം, അതുപോലെ തന്നെ നെഞ്ച്, പിന്നെ ആ കൈകൾ എവിടെയൊക്കെ തൻ്റെ ശരീരത്തിൽ എത്തുമോ ആ സ്ഥലങ്ങളിലൊക്കെ നബി തടവും. അപ്പോൾ ഈ സൂറത്ത് ഓതി അത് ശരീരത്തിൽ തടവി ഉറങ്ങാൻ നേരം പ്രാർത്ഥിക്കുക എന്ന് പറയുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിൻ്റെ ഒരു പതിവിൽപ്പെട്ടതായിരുന്നു എന്ന് നമുക്ക് കാണുവാൻ സാധിക്കും. എന്തുകൊണ്ടാണ്? മിൻ ഷർറിൽ വസ്വാസിൽ ഖന്നാസ്, അതായത് അള്ളാഹുവിനെ അനുസ്മരിക്കുമ്പോൾ ഓടിപ്പോകുന്നവനും എന്നാൽ മനുഷ്യൻ അശ്രദ്ധമാകുമ്പോൾ അവൻ്റെ മനസ്സിലേക്ക് കടന്നിരുന്ന് അവനിൽ വേണ്ടാത്ത തോന്നലുകളൊക്കെ ഉണ്ടാക്കുന്ന, നേരത്തെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതുപോലെ മനുഷ്യൻ്റെ രക്തത്തിലൂടെ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നവനാണ് പിശാച് എന്ന് പറഞ്ഞ ആ കാര്യം നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുക. അല്ലദീ യുവസ്വിസു ഫീ സുദൂരിന്നാസ്, ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി സുദൂർ, സദർ അതിൻ്റെ ബഹുവചനമാണ് സുദൂർ. അല്ലദീ യുവസ്വിസു ഫീ സുദൂരിന്നാസ്, ജനഹൃദയങ്ങളിൽ വസുവാസ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുക, ഒരു കാര്യത്തിൽ വേണ്ടാത്ത തോന്നലുകളും ചിന്തകളും ഇട്ടുകൊടുക്കുക, ഇത് ആണ് അവൻ്റെ പണി. അതിൽ നിന്നാണ് രക്ഷ തേടുന്നത്. മിനൽ ജിന്നത്തി വന്നാസ്, ഈ ശൈത്താൻ എന്ന് പറയുന്നത് മനുഷ്യരുടെ കൂട്ടത്തിലുമുണ്ട് ജിന്നുകളുടെ കൂട്ടത്തിലുമുണ്ട്. മനുഷ്യരുടെ കൂട്ടത്തിൽ നിങ്ങൾക്കറിയാം, പിശാചിനെ പോലെ തന്നെ മനുഷ്യരെ വഴിതെറ്റിക്കുന്ന, മനുഷ്യരെ തിന്മയിലേക്ക് നയിക്കുന്ന, വളരെ മോശപ്പെട്ട സ്വഭാവവും അതുപോലെ തന്നെ പെരുമാറ്റ രീതികളും ഒക്കെയുള്ള മനുഷ്യരുടെ കൂട്ടത്തിലുള്ള പിശാചുക്കളെ സംബന്ധിച്ചും അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ മുന്നറിയിപ്പ് നൽകുകയാണ്. അതുകൊണ്ട് തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്, എല്ലാ മനുഷ്യർക്കും ഒരു ഖരീനുണ്ട്. ആ ഖരീൻ അവനെ തിന്മയിലേക്ക് പ്രേരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഖരീൻ. അപ്പോൾ താങ്കൾക്കുമുണ്ടോ എന്ന് സഹാബത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിച്ചു. എനിക്കുമുണ്ട്, പക്ഷേ എൻ്റെ വിഷയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല എനിക്ക് നിശ്ചയിച്ചു തന്ന ഈ ഖരീന് ഇസ്തസ്ലം, അവൻ എനിക്ക് കീഴ്പ്പെട്ടു. അതുകൊണ്ട് തന്നെ അവൻ ലാ യഖൂലു ലി ഇല്ലാ ഖൈറൻ, അവൻ എന്നോട് പറയുന്നത് നല്ലതായിരിക്കും. എന്നെ വസ്വാസാക്കാൻ അവന് സാധ്യമല്ല. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്കുള്ള അള്ളാഹുവിൻ്റെ ഒരു വലിയ സഹായമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് നിശ്ചയിച്ചു കൊടുത്ത ഖരീനിന് നബിയെ വഴിതെറ്റിക്കുവാൻ സാധ്യമല്ല എന്നത്. എന്നാൽ ബാക്കിയുള്ള എല്ലാ മനുഷ്യരുടെ കൂടെയും ഈ പിശാചാവുന്ന ഖരീനുണ്ട്. തെറ്റിലേക്ക് അവനെ പ്രേരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന, നല്ല വഴികളിലൊക്കെ അവന് തടസ്സവും മുടക്കവും ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന എല്ലാ ഉപദ്രവകാരിയായ ഈ പിശാചുണ്ട്. അത് ജിന്നുകളുടെ കൂട്ടത്തിലുണ്ട്. അഥവാ കാനമിനൽ ജിന്നി എന്ന് പറഞ്ഞല്ലോ, കാനമിനൽ ജിന്നി ഫഫസക അൻ അംരി റബ്ബിഹി, ജിന്ന് വർഗത്തിൽപ്പെട്ടവനാണ് പിശാച്. എന്നാൽ മനുഷ്യവർഗത്തിലും ആ പിശാചിൻ്റെ സ്വഭാവമുള്ള, പിശാചിൻ്റെ പണികൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ആളുകളുണ്ട്. ആളുകൾ തമ്മിൽ തെറ്റിക്കുക, പരദൂഷണങ്ങൾ പറഞ്ഞ് നടക്കുക, സമൂഹത്തിനിടയ്ക്ക് കുഴപ്പമുണ്ടാക്കുക, രണ്ട് നല്ല നിലക്ക് സൗഹാർദ്ദത്തിൽ കഴിയുന്ന അയൽപക്കക്കാരെ തമ്മിൽ തെറ്റിക്കുക, സ്നേഹിതന്മാരെ തമ്മിൽ തെറ്റിക്കുക, ഭാര്യാഭർത്താക്കന്മാർക്കിടയിൽ തെറ്റിക്കുക, അതിനുവേണ്ടിയുള്ള പരദൂഷണങ്ങളും തെറ്റായ വിവരങ്ങളും നൽകിക്കൊണ്ട് രണ്ട് കൂട്ടരുടെയും തമ്മിൽ അകറ്റുക, ഇങ്ങനെയൊക്കെ ചെയ്യുന്ന ആളുകൾ മനുഷ്യരുടെ കൂട്ടത്തിലുണ്ട്. അപ്പോൾ ആ മനുഷ്യരുടെ കൂട്ടത്തിലുള്ള പിശാചുക്കളും
അതുപോലെ തന്നെ യഥാർത്ഥ ജിന്നവർഗത്തിൽപ്പെട്ട പിശാചുക്കളിൽ നിന്നും ഞാൻ അള്ളാഹുവിനോട് രക്ഷ തേടുന്നു എന്നാണ് ഈ പറഞ്ഞ പ്രാർത്ഥനകളുടെ വിശദാംശങ്ങൾ. അതുകൊണ്ട് തന്നെ നമ്മൾ വിഷയത്തിൽ മനസ്സിലാക്കേണ്ട ചില പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഈ സൂറത്തിൽ നിന്ന് നമുക്ക് എണ്ണി വേണമെങ്കിൽ നമുക്ക് പറയാൻ പറ്റും. അതായത് ഒന്ന്, കുൽ അഊദു ബി റബ്ബിന്നാസി മലിക്കിന്നാസി ഇലാഹിന്നാസ് മിൻ ഷർരിൽ വസ്വാസിൽ ഖന്നാസ് അല്ലദീ യുവസ്വിസു ഫീ സുദൂരിന്നാസ് മിനൽ ജിന്നത്തി വന്നാസ്. ഇതിൽ ഈ സൂറത്തിൻ്റെ പേരായ അന്നാസ് അഥവാ എല്ലാ മനുഷ്യരുടെയും റബ്ബായ അള്ളാഹുവിനോട് ഞാൻ രക്ഷ ചോദിക്കുന്നു. അപ്പോൾ അന്നാസ് അത് എല്ലാ മനുഷ്യവർഗത്തെയും ഉൾക്കൊണ്ടു. എന്നാൽ മറ്റു ചില വിശദീകരണങ്ങൾക്കനുസരിച്ച് അതിൽ മനുഷ്യരല്ല ജിന്നുകളും ഉൾപ്പെടും എന്ന് പറഞ്ഞവരുണ്ട്. പിന്നെ ഇസ്തിആദത്ത്, രക്ഷ ചോദിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ ഈ രക്ഷ നൽകാൻ കഴിവുള്ളവൻ അള്ളാഹു മാത്രമാണ്. ഇസ്തിആദത്ത് തൗഹീദിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രകടമായൊരു രീതിയാണ്. അള്ളാഹുവിനോട് മാത്രമാണ് ഇസ്തിആദത്ത് നമുക്ക് നടത്താൻ പാടുള്ളൂ. അള്ളാഹുവിനോട് മാത്രമേ ശരണം തേടാൻ പാടുള്ളൂ. അള്ളാഹുവിനോട് മാത്രമേ രക്ഷ തേടാൻ പാടുള്ളൂ. അങ്ങനെയുള്ള ആ ഇസ്തിആദത്ത്, വഇദാ ഖറഅതൽ ഖുർആന ഫസ്തഇദ് ബില്ലാഹി മിനശ് ശൈത്താനിർ റജീം, വിശുദ്ധ ഖുർആനിൽ നമുക്ക് കാണാൻ കഴിയും. നീ ഖുർആൻ പാരായണം ആരംഭിക്കുകയാണെങ്കിൽ ഫഇദാ ഖറഅതൽ ഖുർആന ഫസ്തഇദ് ബില്ലാഹി, അള്ളാഹുവിനെ കൊണ്ട് രക്ഷ ചോദിക്കണം. കാരണം നിങ്ങൾക്കറിയാം ഖുർആൻ എന്തിനാണ് പാരായണം ചെയ്യുന്നത്? ഖുർആൻ എന്ന് പറയുന്നത് മനുഷ്യനെ അങ്ങേയറ്റത്തെ ഒരു ആശ്വാസം നൽകുന്ന, സമാധാനം നൽകുന്ന, അവൻ്റെ മനസ്സിന് കൺകുളിർമ നൽകുന്ന ഒന്നാണ്. എന്തെങ്കിലും പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും ഉണ്ടാകുമ്പോൾ വിശുദ്ധ ഖുർആൻ എടുത്ത് പാരായണം ചെയ്താൽ അതാണ് അതിന് ഏറ്റവും വലിയ പരിഹാരം. ആ മനസ്സിൻ്റെ വിഷമങ്ങളും ബുദ്ധിമുട്ടുകളൊക്കെ നീങ്ങി കിട്ടും. അങ്ങനെ ഷിഫാ ഉൽ ലിന്നാസ്, ജനങ്ങൾക്കുള്ള ശമനമാണ് ഖുർആൻ. അപ്പം അങ്ങനെയുള്ള ഖുർആൻ, അതിൽ നിന്ന് ജനങ്ങളെ ഇവൻ അകറ്റാൻ നോക്കും. അപ്പോൾ ഇപ്പോഴല്ലേ ഈ രാവിലെ സുബൈക്കേശല്ലേ ഓതിയത്, ഇനിയിപ്പോൾ നാളെ സുബൈക്ക് എത്ര നേരം ഉണ്ടെങ്കിൽ എപ്പോഴും തോതല പണി, എന്തെല്ലാം പണികൾ നിനക്ക് വേറെ ഉണ്ട്. അപ്പോൾ ആ ഖുർആൻ എടുക്കാൻ വിചാരിച്ചാലും അതെടുക്കാതെ നേരെ അത് അവിടെ തന്നെ ഇരിക്കട്ടെ എന്ന് വെച്ചിട്ട് പോകും. എല്ലാവരുടെ മുമ്പിലും വീട്ടിലും ഇഷ്ടം പോലെ ഖുർആനുണ്ട്, പക്ഷേ അത് എടുത്ത് വായിക്കുന്ന ആളുകൾ കുറവാണ്. ഇനി വായിച്ചാൽ തന്നെ അത് വായിക്കേണ്ട പ്രകാരം അതിൻ്റെ ഭക്തിയോടും ഖുശൂഓടും അർത്ഥ ചിന്തയോടും അതിൻ്റെ ആശയ സമ്പന്നത മനസ്സിലാക്കിക്കൊണ്ടും അതിൻ്റെ അർത്ഥം പഠിക്കാനൊക്കെ പിശാചിൻ്റെ വളരെയധികം പിന്തിരിപ്പിക്കൽ ഈ വിഷയത്തിൽ ഉള്ള ഒരു സംഗതിയാണ്. ഖുർആൻ മര്യാദക്ക് നല്ല നിലക്ക് ശ്രദ്ധയോടെ വായിക്കാൻ അവൻ സമ്മതിക്കുകയില്ല. അതുപോലെ തന്നെ ഇന്ന ഖൗമിത്തഖദു വഖാല റസൂലു യാ റബ്ബി ഇന്ന ഖൗമിത്തഖദു ഹാദൽ ഖുർആന മഹ്ജൂറ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹുവിനോട് പറയുന്ന ഒരു ഭാഗം വിശുദ്ധ ഖുർആനിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞിട്ടുണ്ട് സൂറത്തുൽ ഫുർഖാനിൽ. ഇന്ന ഖൗമിത്തഖദു ഹാദൽ ഖുർആന മഹ്ജൂറ, എൻ്റെ ജനത ഈ ഖുർആൻ ബഹിഷ്കരിച്ചു, അവരതിനെ ഉപേക്ഷിച്ചു കളഞ്ഞു എന്ന് അള്ളാഹുവിനോട് ആവലാതി പറയുന്ന ഒരു രംഗം എടുത്ത് പറയുന്നുണ്ട്. ആരാണ് ഈ ഖുർആൻ ഇങ്ങനെ ഒഴിവാക്കാൻ മനുഷ്യൻ്റെ പ്രേരണ? ശൈത്താൻ്റെ പണിയാണ്. കാരണം ഖുർആനിലേക്ക് മനുഷ്യനെടുത്താൽ മനുഷ്യൻ നന്നാവും, അവൻ്റെ വിശ്വാസം നന്നാവും, അവൻ്റെ സ്വഭാവം നന്നാവും, സാമൂഹ്യ ബന്ധങ്ങൾ നന്നാവും. അപ്പോൾ മനുഷ്യൻ നന്നാകണമല്ലോ പിശാചിൻ്റെ ആഗ്രഹം. നേരെ മറിച്ച് ആ മനുഷ്യൻ പിഴച്ചു പോകണമെന്നാണ്. അതുകൊണ്ട് അത്തരം ഒരു സന്ദർഭത്തിൽ ആ ഖുർആൻ ഓതുന്ന അവസരത്തിൽ നിനക്ക് ക്ഷമയോടുകൂടി അത് ഓതാനും അതിൽ ഹൃദ്യമായ നിലക്ക് അതിൻ്റെ ആശയങ്ങൾ ഉൾക്കൊള്ളാനും നല്ല ഒരു മനസ്സമാധാനത്തോടു കൂടി ഒരു റാഹത്തായി അത് ഓതി തീർക്കാനും തുടക്കത്തിൽ തന്നെ നീ എന്ത് ചെയ്യണം? അഊദു ബില്ലാഹി മിനശ് ശൈത്താനിർ റജീം എന്ന് പറയണം. എന്നിട്ടാണ് ഖുർആൻ പാരായണം തുടങ്ങേണ്ടത്. അപ്പോൾ ഖുർആൻ പാരായണത്തിൻ്റെ ആരംഭത്തിൽ പോലും രക്ഷ തേടണമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇതേ പ്രകാരം തന്നെ ഭാര്യാഭർത്തൃ ബന്ധം നടത്തുവാൻ ഉദ്ദേശിക്കുന്ന, ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടാൻ ഉദ്ദേശിക്കുന്ന ഭാര്യാഭർത്താക്കന്മാർ അപ്പോഴും അവർ അല്ലാഹുമ്മ ജന്നിബി ശൈത്താന വ ജന്നിബി ശൈത്താന മാ റസഖ്തന എന്ന് പ്രാർത്ഥിക്കണം. അല്ലാഹുവേ, ഞങ്ങളിൽ നിന്ന് ഈ പിശാചിനെ അകറ്റണം, ഞങ്ങൾക്ക് ഈ ബന്ധത്തിൽ നീ വല്ല സന്തതികളെയും നൽകുകയാണെങ്കിൽ അവരിൽ നിന്നും ഈ പിശാചിൻ്റെ ഉപദ്രവം നീ ഇല്ലാതെയാക്കണം എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ബന്ധപ്പെടുകയും അതിൽ ഒരു കുട്ടി ജനിച്ചാൽ അവനെ പിന്നെ പിശാച് ബാധിക്കുകയില്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ നിത്യ ജീവിതത്തിലും എല്ലാ സന്ദർഭങ്ങളിലും
നമുക്ക് ആവശ്യമുള്ള ഒരു ദിക്റും ഒരു പ്രാർത്ഥനയുമാണ് ഈ സൂറത്ത് എന്ന് നമ്മൾ മനസ്സിലാക്കുക. ഈ സൂറത്തുമായുള്ള ഒരു അനുബന്ധ സൂറത്ത് തന്നെയാണ് സൂറത്തുൽ ഫലക്ക്. ഇൻഷാ അല്ലാഹ് അത് അടുത്ത ക്ലാസ്സിൽ നമ്മൾ ആ സൂറത്തുൽ ഫലക്കിനെ വിശദീകരിക്കുമ്പോൾ ഇനി ബാക്കിയുള്ള ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നമുക്കവിടെ വിശദീകരിക്കാവുന്നതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആൻ പഠിക്കാനും മനസ്സിലാക്കാനും അതിൻ്റെ ആശയങ്ങൾ ഉൾക്കൊള്ളുവാനും നമുക്കെല്ലാം തൗഫീഖ് നൽകുമാറാകട്ടെ. വആഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി വസല്ലിം വബാരിക് അലാ അബ്ദിക വറസൂലിക മുഹമ്മദ്.